പടച്ചവൻ കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് ആഡംബരങ്ങളെ തന്നെ തകർക്കാനുള്ളതല്ല മുസ്ലിമേ. അള്ളാഹ് നൽകിയത് പറഞ്ഞതുപോലെ വിനിയോഗിച്ച് നന്ദിയുള്ള അനുസരണയുള്ള അടിമയായി ജീവിക്കാനാ. നിന്റെ തോന്നിവാസങ്ങളോ നിന്റെ ആഡംബരങ്ങളോ ആഭാസതരങ്ങളോ കാട്ടിക്കൂട്ടാനുള്ളതല്ല. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നതെന്താ? പേര് വിവാഹം, നിക്കാഹ്, കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളോ അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്തതും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ കൂട്ടാളികളാണ്. അവരും പിശാചും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത്? ചിന്തിക്കും മുസ്ലിമേ. വിവാഹമെന്ന് പറഞ്ഞാൽ അത് പവിത്രമാ, അത് പാവനമാ, അത് പരിശുദ്ധമാണ്, പുണ്യമാണ്. അത് ആഭാസത്തരങ്ങളെ കാണിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള വേദികളാക്കി മാറ്റരുതേ. അല്ലാഹു നിനക്ക് തന്ന പണം നീ നല്ലതിന് ചെലവഴിക്ക്. നിന്റെ മകളുടെ വിവാഹം കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നമുണ്ടാവും. അതൊക്കെ മാന്യമായ രൂപത്തിൽ ചെയ്യ്, അള്ളാഹുവിന്റെ ദീനിന് നിരക്കുന്ന രൂപത്തിൽ ചെയ്യ്. പക്ഷേ ചില കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ, അള്ളാഹുവേ പടച്ചവൻ വെറുതെ വിടുവോ? എത്ര മാന്യമായിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അന്നികാഹു മിൻ സുന്നതി, വിവാഹമെന്നത് എന്റെ ചര്യയാണ്, എന്റെ തിരുസുന്നത്താണ്. അല്ലാഹ് പടച്ചോനെ, പുന്നാര നബിയുടെ പവിത്ര പാവനമായ സുന്ദരമായ മഹത്വമായ വിവാഹം, നിക്കാഹ്, അതെന്റെ സുന്നത്താണെന്നാ പറഞ്ഞത്. അതിനെയല്ലേ നിന്റെ മകളുടെ വരനായി കടന്നു വരുന്നവൻ, അല്ലെങ്കിൽ നിന്റെ മകളുടെ തോന്നിവാസങ്ങൾക്ക് നിന്നു കൊടുത്തിട്ട് അതിനെ ശിഥിലമാക്കിയത്, നശിപ്പിച്ചത്, വൈകൃതമാക്കി കളഞ്ഞില്ലേ? അത്തരം മഹനീയമായ മഹത്വമായ പടച്ചവന്റെ പൊരുത്തം വരേണ്ട മജ്‌ലിസുകൾ വൈകൃതമാക്കുന്ന സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. അത് പിശാചിന്റെ മനോഭാവമാണ്. കോലം കെട്ടുക, ചായം പൂശുക, നൃത്തം ചവിട്ടുക, സംഗീതവും പാട്ടും കൊട്ടുമായി പടച്ചവനെ ഉന്മാദ ലഹരിയിൽ പാതിരാവിൽ ആടിത്തിമിർക്കുക. എന്നിട്ട് പേരോ വിവാഹം, നിക്കാഹ്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്?